എല്ലാവർക്കും നമസ്കാരം. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും? നമസ്തേ നമസ്തേ, കേൾക്കാൻ പറ്റുന്നുണ്ട്. നമസ്കാരം. എല്ലാവരും മൈക്കൊക്കെ ഓഫ് ആക്കി വെച്ചോളൂ. നമുക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസിന്റെ അവസാനം സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാ സംശയങ്ങളും ക്ലിയർ ആക്കി തരാം. അതായത് വരെ യുഡിഎഫിന് 3 ബെഞ്ചാണ്. 4 ശേഷം 7 സുപ്രീം കോടതി ബെഞ്ചാണ്. ജയിക്കാൻ സംസാരിക്കണ്ടോ? ഇല്ല, സംസാരിക്കാനില്ല. ഓക്കെ, ഇല്ലില്ല, സംസാരിക്കാൻ. എല്ലാവരും മൈക്ക് ഓഫ് ആക്കി മ്യൂട്ട് ചെയ്ത് വെക്കുക. മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഈ ക്ലാസ് നടത്തുന്നത് ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല എന്ന സ്ഥാപനമാണ്. ഈ സ്ഥാപനം തിരുവനന്തപുരത്താണ്. ഇത് 2015 നമ്മൾ തുടങ്ങിയതാണ്. അന്ന് ഓഫ്ലൈൻ ക്ലാസ്സുകളായിരുന്നു കൂടുതലും. പിന്നീട് 2019 നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് വന്നു. വളരെയധികം ക്ലാസ്സുകൾ ഇന്ന് നടത്തുന്നുണ്ട്. എല്ലാം ഇന്ന് പഴയ പൗരാണിക ശാസ്ത്രങ്ങളും കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ശാസ്ത്രങ്ങളെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അതുമായിട്ടുള്ള നല്ല ഗുരുക്കന്മാരൊക്കെ കൊണ്ടുവന്ന് ആണ് നമ്മൾ ഈ ക്ലാസ്സുകൾ നടത്തുന്നത്. ജ്യോതിഷം, അതുപോലെ തന്നെ വാസ്തു, പിന്നെ ശംഖ് ജ്യോതിഷം, വെറ്റില ജ്യോതിഷം, പെൻഡില ജ്യോതിഷം, പിന്നെ ക്ഷേത്രവാസ്തു, അങ്ങനെയുള്ള നിരവധി ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. കൂടുതലും ക്ലാസ്സുകൾ ഓൺലൈനിലാണ്. സ്ഥാപനം തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് പിന്നെ കരമന എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിന്റെ ഓഫീസ്. ഞാൻ ഇതിന്റെ ഡയറക്ടറാണ്. എൻ്റെ പേര് അജയലാൽ എന്നാണ്. എല്ലാവർക്കും ഞാൻ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ ഇന്ന് തുടങ്ങുന്ന ക്ലാസ് വെറ്റില ജ്യോതിഷത്തിന്റെ ആണ്. അത് 3 മാസത്തെ കോഴ്സാണ്. മാസത്തില് 4 ക്ലാസ് വീതമാണ്. രാത്രി 8:30 ക്ലാസിന്റെ സമയം. അതിന്റെ തിയറി എല്ലാം നിങ്ങളുടെ ഗ്രൂപ്പില് അറിയിക്കുക. എന്നാണ് നമ്മൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് ക്ലാസ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഏതെല്ലാം ദിവസങ്ങളിലാണ് ക്ലാസ് എന്നും എല്ലാം ടൈം ടേബിള് കാര്യങ്ങളെല്ലാം എല്ലാ മാസവും 1-ാം തീയതി ഇടും. അടുത്ത ക്ലാസ്സുകൾ എന്താണെന്നുള്ളതെല്ലാം ഈ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ഇടുന്നതാണ്. നമ്മുടെ പിന്നെ നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ക്ലാസ് തുടങ്ങാം. പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങളെ പഠിപ്പിക്കുന്ന ഗുരുനാഥൻ നിങ്ങളോട് സംസാരിക്കും. ക്ലാസ്സിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിക്കും. നിങ്ങളുടെ ഗുരുനാഥന്റെ പേര് സന്തോഷ് അമ്പലത്തറ എന്ന ആളാണ്. അദ്ദേഹമാണ് ക്ലാസ് എടുക്കുന്നത്. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഒരു പ്രാർത്ഥന നമ്മുടെ ജ്യോതിഷത്തിലെ ഒരു പ്രധാന ശ്ലോകമായ മൂർത്തിത്തെ എന്ന് തുടങ്ങുന്ന ശ്ലോകമാണ് നമ്മൾ പ്രാർത്ഥനയായിട്ട് എടുക്കുന്നത്. അത് ഞാനിപ്പോൾ ഇത് പ്ലേ ചെയ്യും. മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ചയജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. നമ്മുടെ വെറ്റില ജ്യോതിഷം അല്ലെങ്കിൽ താമ്പൂല ജ്യോതിഷത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളുടെ രാജാവാണ് നമുക്ക് ദേവപ്രശ്നത്തില് അഷ്ടമംഗല പ്രശ്നം. അപ്പൊ അത് ചിന്തിക്കുമ്പോൾ ആരൂഢോദയ ലഗ്നാംശ ഛത്ര പൃഷ്ടാംഗ രാശയ ചന്ദ്രാധിഷ്ഠിത രാശിച്ച ചിന്ത്യ ഷഡ് പ്രശ്നകർമാണി. അങ്ങനെ പ്രധാനപ്പെട്ട 6 ആരൂഢങ്ങളെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. 1 സ്വർണാരൂഢം, 2 ഉദയലഗ്നം, 3 ഉദയലഗ്നാംശകം, ഛത്രരാശി, പൃഷ്ടാംഗ രാശി, ചന്ദ്രാധിഷ്ഠിത രാശി. അപ്പൊ ഇത്രയും രാശികളെ കുറിച്ച് പ്രധാനമായിട്ട് ആചാര്യൻ പറഞ്ഞതിന് ശേഷം അതേപോലെ തന്നെ പ്രാധാന്യത്തോടു കൂടി പറയുന്നതാണ് താമ്പൂല ജ്യോതിഷം അല്ലെങ്കിൽ വെറ്റില ജ്യോതിഷത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാള് താമ്പൂലം കൊണ്ട് തരുമ്പോൾ ആ താമ്പൂലത്തിന്റെ ലക്ഷണങ്ങൾ
പിന്നെ തൽക്കാല ഗ്രഹസ്ഥിതി, ഇത് ഒരേ ചരടിൽ കോർത്ത മുത്തുമണികളെ പോലെ പരസ്പര ബന്ധത്തോട് കൂടിയതാകുമ്പോഴാണ് താമ്പൂല പ്രശ്നം ഒരു വളരെ പിന്നെ ഫലപ്രവചന രീതിയായിട്ട് നമുക്ക് മാറുന്നത്. അപ്പൊ നമുക്ക് ഈ ക്ലാസ്സിൽ ഒരു സിലബസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടാണ് പിന്നെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. വേണമെങ്കിൽ ഈ സിലബസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് വെറ്റില ജ്യോതിഷത്തിന്റെ പ്രാധാന്യം, 2 താമ്പൂല ലക്ഷണങ്ങൾ, 3 എന്ന് പറയുന്ന താമ്പൂല ആരൂഢം എങ്ങനെയാണ് കാണുന്നത്. ഒരാള് കുറച്ച് വെറ്റില നമ്മളെ കൊണ്ട് വരുമ്പോൾ അത് ഒരു ആരൂഢം കണ്ടിട്ട് അത് ഗ്രഹസ്ഥിതിയുമായിട്ട് ബന്ധപ്പെടുത്തി ഫലം പറയുന്ന രീതിയാണ് താമ്പൂല ആരൂഢം കാണുന്നത് എങ്ങനെയാണ്. അതുപോലെ തന്നെ താമ്പൂലത്തിന്റെ ഗ്രഹങ്ങളുടെ ഫലങ്ങൾ, അതുപോലെ തന്നെ തിരിയും താമ്പൂലവും, പിന്നെ അതുപോലെ തന്നെ കൈവശ ദോഷം എങ്ങനെയാണ് നമ്മൾ താമ്പൂലത്തിൽ കാണുന്നത് എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാധകൾ, ആഭിചാര ദോഷങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് താമ്പൂലത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. പിന്നെ മാതൃപിതൃ ശാപങ്ങൾ, ഗുരുശാപങ്ങൾ, ഇതൊക്കെ നമുക്ക് താമ്പൂലത്തിലൂടെ എങ്ങനെ ചിന്തിക്കാം. അതുപോലെ തന്നെ ശുദ്രബാധകൾ, ആഭിചാരാദി ദോഷങ്ങൾ, ഇതൊക്കെ നമുക്ക് താമ്പൂലത്തിൽ എങ്ങനെ ചിന്തിക്കാം. മോഷണ പ്രശ്നത്തിൽ താമ്പൂലം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ട രീതികൾ, അതും നമ്മൾ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിമിത്തങ്ങൾ, താമ്പൂലം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നിമിത്തങ്ങളും താമ്പൂല ഫലങ്ങളും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ഈ ക്ലാസ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ പുരുഷ ശാപങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സ്ത്രീകളുടെയോ പുരുഷന്മാരുടെയോ ശാപങ്ങൾ ഏറ്റിട്ടാണോ, അപ്പൊ അത് എങ്ങനെ കണ്ടുപിടിക്കാം, അതൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിപ്പിക്കുന്നതാണ്. പിന്നെ സർപ്പദോഷം, സർപ്പബാധകൾ, ഇപ്പൊ സർപ്പബാധകൾ നമുക്ക് ഏറ്റിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ കാണാൻ വരുന്ന ആളിന് സർപ്പബാധയുണ്ടോ, അപ്പൊ അത് എങ്ങനെ ഈ താമ്പൂലത്തിൽ നമുക്ക് അത് വിശദമായിട്ട് പറയാൻ പറ്റും, അതെല്ലാം ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജിഹ്വാദോഷം, വിളിദോഷം എന്ന് പറയും. അതുപോലെ തന്നെ ഗ്രഹദോഷ ബാധകൾ, നമ്മുടെ ഗ്രഹത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ ദോഷങ്ങളും അത് കണ്ടുപിടിക്കാനും അതിന് പരിഹാരം ചെയ്യാനൊക്കെ ഉള്ള വഴികൾ ഈ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മുൻജന്മ ഫലങ്ങൾ, നമ്മുടെ കഴിഞ്ഞ ജന്മം എന്തായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിന്റെ ഫലങ്ങൾ എന്തായിരുന്നു, ഈ ജന്മത്തിൽ നമ്മുടെ ഉദ്ദേശം എന്താണ്, ഇതൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ വിശദമായിട്ട് വരും ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ അനുഷ്ഠിക്കേണ്ട ദാനവിധികൾ, എന്തൊക്കെ ദോഷങ്ങൾക്ക് എന്തെല്ലാം ദാനങ്ങൾ ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേവപ്രശ്നത്തിൽ താമ്പൂലം എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് അത് ചിന്തിക്കേണ്ട രീതികൾ, ഇതിനെക്കുറിച്ചും നമ്മൾ വിശദമായിട്ട് ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട്. പിന്നെ കൂപപ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ കിണർ കുഴിക്കാൻ വേണ്ടിയിട്ട് പ്രശ്നം വെച്ചിട്ട് എത്ര അടി വരെ കുഴിക്കുമ്പോഴാണ് വെള്ളം കിട്ടുന്നത്, വെള്ളമുണ്ടോ അല്ലെങ്കിൽ അവിടെ പാറയാണോ എന്നൊക്കെ ഉള്ള ഇതും വിശദമായിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഈ ദോഷങ്ങൾക്കെല്ലാം പരിഹാര മാർഗങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ കൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മൾ താമ്പൂലം പ്രശ്ന ചിന്ത ചെയ്യുന്നവര് അനുഷ്ഠിക്കുന്ന ഒരു പ്രധാന ഒരു ശക്തി വിശേഷമാണ് താമ്പൂല യക്ഷി. അപ്പൊ താമ്പൂല യക്ഷിയെ മനസ്സുകൊണ്ട് സ്മരിച്ചിട്ട് വേണം ഒരു താമ്പൂല ജ്യോതിഷൻ ഫലങ്ങൾ പറഞ്ഞു തുടങ്ങാൻ. അപ്പൊ താമ്പൂല യക്ഷിയുടെ ഒരു സ്വരൂപം നമ്മൾ പറയുന്നത് വലത് കൈയില് വെറ്റിലയും ഇടത് കൈയില് പാക്ക് കഷ്ണങ്ങൾ അല്ലെങ്കിൽ അടയ്ക്ക കഷ്ണങ്ങളും വെച്ചിട്ട് ഇന്ദ്രനീലത്തിന്റെ നിറത്തോടു കൂടിയ പ്രസന്നവദനയായ താമ്പൂല യക്ഷിയെ നമ്മൾ സ്മരിച്ചിട്ട് വേണം ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ പറഞ്ഞു തുടങ്ങാനെന്നാണ്. ഈ താമ്പൂലം എന്ന് പറയുന്നത് താം അമ്പു ലീലാം എന്നാണ്, അതായത് ജലം ലയിച്ചു ചേർന്നിരിക്കുന്ന വസ്തുവാണ് താമ്പൂലം. താമ്പൂലത്തിന്റെ ഒരു ഐതിഹ്യം അല്ലെങ്കിൽ താമ്പൂലത്തിന്റെ പ്രാധാന്യങ്ങൾ പറയുമ്പോൾ അർജുനനുമായിട്ട് ബന്ധപ്പെട്ട് മഹാഭാരതത്തിലെ ആരണ്യകാണ്ഡത്തിൽ നിന്നെടുത്ത കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഇതിൽ വിശദീകരിച്ച് പറയേണ്ട ഒരു വിഷയമുണ്ട്. അപ്പൊ അതില് ആരണ്യകാണ്ഡത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞാല് അർജുനൻ കഠിനമായ തപസ് അനുഷ്ഠിച്ചതിന് ശേഷം പാശുപതാസ്ത്രം കരസ്ഥമാക്കുന്നുണ്ട് ശിവനിൽ നിന്ന്. അപ്പം അർജുനന്റെ പിതാവ് ആയിട്ട് വരുന്നത് ഇന്ദ്രദേവനാണ്. അപ്പൊ ഇന്ദ്രദേവൻ ഇതിൽ വളരെ സന്തോഷിക്കുകയും വിവാദ കവച കാലയന്മാരെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ദ്രനെ സ്വർഗലോകത്ത്, അതായത് തന്റെ സാരഥിയായ മാതാലി വഴി അർജുനനെ സ്വർഗത്തിൽ ക്ഷണിക്കുകയും ആ ദേവാസുര യുദ്ധത്തില് ഈ അസുരന്മാരെ അർജുനൻ വധിക്കുന്നുണ്ട്. വധിച്ചതിന് ശേഷം സ്വർഗലോകങ്ങള് ചുറ്റി കാണുന്ന സന്ദർഭത്തില്
ഐരാവതത്തിനെ ബന്ധിക്കുന്ന സ്തംഭത്തിലാണ് ആദ്യമായിട്ട് ഈ നാഗവല്ലിയെ അർജുനൻ കാണുന്നത്. അവിടെ ഉർവശി ശാപമൊക്കെ കിട്ടുന്നുണ്ട്. ഉർവശി ഈ പറഞ്ഞ പോലെ അർജുനനിൽ അനുരക്തയാവുകയും അർജുനനെ സമീപിക്കുകയും ചെയ്യുമ്പോൾ ഒരു മാതാവായിട്ട് കണ്ട് ആ സ്നേഹത്തെ നിരസിക്കുമ്പോൾ ഉർവശി പിന്നെ ശപിക്കുകയാണ്. അപ്പൊ ഉർവശി ശാപം പിന്നീട് ഉപകാരമായിട്ടൊക്കെ വരുന്നു എന്നൊക്കെയുള്ള ചരിത്രം നമുക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പം അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ വെറ്റിലെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഈ പറഞ്ഞ വെറ്റില അർജുനനെ വളരെ പിന്നെ അതിന്റെ ഗുണങ്ങളൊക്കെ കേട്ടപ്പോൾ വളരെ ഭൂമിയിലോട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം ജനിക്കുന്നു. അങ്ങനെ ദേവേന്ദ്രനോട് ഇതിനെ അപേക്ഷിക്കുകയാണ്, നമുക്ക് ഈ വെറ്റിലെ കൊടിയെ നമുക്ക് ഭൂമിയിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഇത്തരം പറയുകയാണ് ഈ പറഞ്ഞ പോലെ താമ്പൂലസ്യ സഖേ ത്രയോദശ ഗുണം സ്വർഗേവിതേ ദുർലഭ. സ്വർഗത്തിൽ പോലും ഇതിന്റെ ഗുണങ്ങൾ കൊണ്ട് വിശേഷമായിട്ടുള്ള ഈ ഒരു ലത സ്വർഗവാസികൾക്ക് പോലും വളരെ ദുർലഭമായിട്ട് ലഭിക്കുന്ന ഒരു പിന്നെ വസ്തുവാണ് എന്ന് പറഞ്ഞിട്ട് അർജുനൻ അത് കൊടുക്കുന്നു. അപ്പൊ താമ്പൂലത്തിന്റെ ആ വിശേഷ ഗുണങ്ങള് ആയുർവേദത്തിൽ വളരെ വ്യക്തമായിട്ട് ആയുർവേദ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ അത് താമ്പൂലം കടു, പിന്നെ തിക്തം ഉഷ്ണമധുരം ശാരം കഷായാന്വിതം കഷായങ്ങളിൽ ചേർക്കുന്നതാണ്. പിന്നെ വാദത്തെ ഇല്ലാതെയാക്കുന്നതാണ്, കഫത്തെ നശിപ്പിക്കുന്നതാണ്, കൃമിദോഷങ്ങളെ നശിപ്പിക്കുന്നതാണ്, ദുർഗന്ധത്തെ ഇല്ലാതാക്കുന്നതാണ്, പിന്നെ മുഖത്തിന് ഒരു ആഭരണം പോലെ ശോഭ നൽകുന്നതാണ്. പിന്നെ വെറ്റില മുറുക്കുന്നവരുടെ മുഖമൊക്കെ കണ്ടറിയാം, നല്ലൊരു പ്രത്യേക ഒരു ഐശ്വര്യം അവർക്കുണ്ടാവും. പിന്നെ വിശുദ്ധി, നമ്മളെ അശുദ്ധികളെ മാറ്റി വിശുദ്ധി ഉണ്ടാക്കുന്നതാണ് താമ്പൂലം. പിന്നെ നമ്മുടെ കാമാഗ്നിയെ പിന്നെ വർദ്ധിപ്പിക്കുന്നതാണ് താമ്പൂല ചർവണം. താമ്പൂല ചർവണം എന്ന് പറയുമ്പോൾ നമുക്ക് താമ്പൂലം അറിയാം, നമുക്ക് ഒരുപാട് നേരം ഈ നമ്മള് ചവയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ട് താമ്പൂലം മുറുക്കുന്നവരെ. അപ്പൊ ഇത് നമ്മളെ ക്ഷീണിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ അത് ഉദ്ദീപിക്കുകയും ചെയ്യും. അതായത് ഒരു വിഷയത്തെ ക്ഷീണിപ്പിക്കുകയും ഉദ്ദീപിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഒരാളിന്റെ ക്ഷീണാവസ്ഥയും ഉയർച്ചയും താമ്പൂലം കൊണ്ട് ചിന്തിക്കാമെന്ന് ശാസ്ത്രം പറയുന്നു. അതുപോലെ തന്നെ താമ്പൂലത്തിന് ഒരുപാട് ദേവതകളുടെ സാന്നിധ്യമുണ്ട്. അപ്പൊ അത് നമുക്ക് ചുരുക്കി ഒന്ന് പറയാം. താമ്പൂലഗ്രേ നിവസതി രമ. അപ്പൊ താമ്പൂലത്തിന്റെ അഗ്രഭാഗത്തില് രമാദേവി ഇത് ചെയ്യുന്നു. പൃഷ്ഠേ ജ്യേഷ്ഠ, അതിന്റെ മൂട് ഭാഗത്ത് ജ്യേഷ്ഠാ ഭഗവതിയുടെ സ്ഥാനമാണ്. അപ്പൊ നമ്മള് പഴയ ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, വെറ്റില മുറുക്കുന്ന സമയത്ത് അതിന്റെ തുമ്പ് നുള്ളിയിട്ട് നമ്മുടെ ചുവട്ടിൽ ഒട്ടിച്ചു വെക്കുകയും അതിന്റെ കീഴ്ഭാഗം അല്ലെങ്കിൽ നുള്ളി കളയുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ ഒരു തത്വം എന്ന് പറയുന്നത് താമ്പൂലത്തിന്റെ അഗ്രഭാഗത്തിൽ നിവസിക്കുന്ന ആ ഐശ്വര്യത്തെ നമ്മൾ സ്വീകരിക്കുകയും ഭൂദേവിയെ നമ്മൾ കളയുന്ന ഒരു സങ്കല്പമാണ് പണ്ടുള്ളവർ പറയുന്നത്. അപ്പൊ ഇതില് ആ ദേവതയുടെ സ്ഥാനം എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. കാരണം താമ്പൂലഗ്രേ നിവസതി രമ. അപ്പൊ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമാണ് ആ തുമ്പിലുള്ളതെന്നും ആ പൃഷ്ഠഭാഗത്ത് ജ്യേഷ്ഠാ ഭഗവതി അല്ലെങ്കിൽ മൂദേവി എന്ന് പറയുന്ന ദേവതയുടെ സ്ഥാനമാണ് അതിലുള്ളത്. അപ്പൊ നമ്മൾ നല്ലതിനെ സ്വീകരിക്കുകയും മോശമായതിനെ കളയുന്ന ഒരു ശീലം അല്ലെങ്കിൽ പണ്ടേ നമുക്ക് ഈ താമ്പൂല ശാസ്ത്രമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റും. പിന്നെ താമ്പൂലത്തിന്റെ മധ്യഭാഗത്ത് സരസ്വതി ദേവിയുടെ സ്ഥാനമാണ്. താമ്പൂലത്തിന്റെ മധ്യഭാഗത്ത് പൃഷ്ഠേ ജ്യേഷ്ഠ. ഹിമഗിരി സുത വാമഭാഗെ, വലതുവശത്ത് പാർവതിയും പിന്നെ അന്യതോ വലതുവശത്ത് ഭൂമിദേവി, ഇടതുവശത്ത് പാർവതിയും വലതുവശത്ത് ഭൂമിദേവിയും, ഉള്ളിൽ താമ്പൂലത്തിന്റെ ഉള്ളിൽ വിഷ്ണുവും പുറത്ത് ചന്ദ്രനും, കോണുകളിൽ ശിവനും, മുകളിൽ ഇന്ദ്രനും പിന്നെ സൂര്യനുമാണ് അതിന്റെ സ്ഥാനങ്ങൾ. എല്ലായിടത്തും കാമദേവന്റെ സാന്നിധ്യമുണ്ട് താമ്പൂലത്തിന്റെ മൊത്തം. അങ്ങനെ എല്ലാ ദേവതകളുടെയും ഈ പറഞ്ഞ പോലെ പ്രീതികരമായിട്ട് പ്രീതി ജനിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു ചെറിയ പടുക്ക ഇടുമ്പോൾ പോലും വെറ്റിലയും പാക്കും ഒക്കെ വെച്ചിട്ടാണ് ഈ പറഞ്ഞതുപോലെ ആ പടുക്ക പൂർണ്ണമാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ എല്ലാ വിഷയത്തിലും വെറ്റില നമുക്ക് ദീപം പോലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന ഫലങ്ങൾ വളരെ പിന്നെ ശ്രേഷ്ഠമായ ഫലങ്ങളും നമുക്ക് പെട്ടെന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതും മറ്റ് ജ്യോതിഷ ശാഖകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഫലം പറയാൻ പറ്റുന്ന ഒരു മാർഗമായിട്ടാണ് താമ്പൂലത്തെ എല്ലാവരും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്രമാണ്. കുറച്ചൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്കും ചെറിയ ഒരു ജ്യോതിഷത്തിന്റെ ബേസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടെങ്കിൽ താമ്പൂലം പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും.
അത്ഭുതകരമായ ഫലങ്ങളാണ് നമുക്ക് താമ്പൂലം കൊണ്ട് പറയാൻ പറ്റുന്നത്. പ്രതീക്ഷിക്കാത്ത ഫലങ്ങൾ. താമ്പൂലം ഈ പറഞ്ഞ പോലെ താമ്പൂലത്തിന് 3ആയിട്ടൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ദ്രേക്കാണുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി മോഷണ പ്രശ്നങ്ങളിൽ ഇന്ന കള്ളനാണ്, അല്ലെങ്കിൽ ഇന്ന വസ്ത്രം ധരിച്ച, ഇന്ന പൊക്കമുള്ളതാ, അല്ലെങ്കിൽ മീഡിയം പൊക്കം, അല്ലെങ്കിൽ വെളുത്തത്, കറുത്തത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്പഷ്ടമായിട്ട് ഒരു ഫലം പറഞ്ഞ് നമുക്ക് ബോധിപ്പിക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്രമാണ്. പിന്നെ താമ്പൂലത്തില് ഈ പറഞ്ഞ പോലെ ഉപാസനയുണ്ട്. നമുക്ക് ചില ദേവതകളെയൊക്കെ ഉപാസിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് താമ്പൂല ഫലം പറയുന്നതിൽ വളരെ ആക്യുറേറ്റ് ആയിട്ട് ഫലം പറയാൻ പറ്റുന്ന ഉപാസന വിഷയങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഈ ക്ലാസിന്റെ അവസാനം നമ്മൾ ഉപാസന കൊടുക്കുന്നതാണ്. പിന്നെ ഈ ചിലവർക്ക് ചില മന്ത്രങ്ങള് ഈ പറഞ്ഞ പോലെ അത് കോഷ്ടമൊക്കെ തിരിച്ച് നമ്മൾ നോക്കുമ്പോൾ ചില മന്ത്രങ്ങള് സിദ്ധി വരാൻ വളരെ പാടായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സമയമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായ മന്ത്രം ഏതാണെന്നൊക്കെ കണ്ടുപിടിച്ച് അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ മന്ത്രങ്ങൾ തരുന്നതാണ്. അപ്പൊ അതൊക്കെ ഉപാസിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താമ്പൂല പ്രശ്നം ഓരോ വ്യക്തികൾക്കും വ്യക്തമായിട്ട് ഫലങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ ഈ പറഞ്ഞ പോലെ ഞെട്ടിപ്പിക്കുന്ന ഫലങ്ങൾ പറയാൻ പറ്റും. അത്രയ്ക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ശാസ്ത്രം പഠിച്ചെടുക്കാനും പറ്റുന്ന ഒരു ഇതാണ്. കുറച്ച് ജ്യോതിഷത്തിന്റെ ഒരു ബേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഇനി ബേസ് ഇല്ലാത്തവരും വിഷമിക്കേണ്ട. നമുക്ക് പ്രത്യേകമായിട്ട് ഇതിനുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞു തരുന്ന എക്സ്ട്രാ ക്ലാസ്സുകൾ വേണമെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ക്ലാസ്സിൽ ചേരുന്നവർക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ 3 മാസത്തെ കോഴ്സാണ്. ഒരു ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ്സിലാണ് മന്ത്രദീക്ഷയൊക്കെ നമ്മൾ തരുന്നത്. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കിതൊരു ആമുഖമായിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പൊ ഒരുപാട് സംശയങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് പോവാം. നമസ്കാരം. നമസ്കാരം. എന്റെ പേര് ഗിരീഷ് സുന്ദരൻ, പാലക്കാട് നിന്നാണ്. എനിക്കൊരു സംശയമുള്ളത്, നമ്മള് ഉപാസനാമൂർത്തി എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തറവാട്ട് ദൈവം അങ്ങനെയാണോ, അതോ വേറെ വല്ല അങ്ങനെയാണെന്ന് പറഞ്ഞുതരാം? അല്ല, നമ്മുടെ ജാതകം പരിശോധിച്ചതിന് ശേഷം ഈ പറഞ്ഞ പോലെ അതിന്റെ ദേവതകൾ ഏതാണെന്ന് നമ്മൾ സ്പഷ്ടമായിട്ട് നിർണ്ണയിക്കുകയും അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ചിട്ട് അതിനൊരു കോഷ്ടം തിരിച്ച്, അതായത് ചില മന്ത്രങ്ങൾ ചിലർക്ക് സിദ്ധമാവില്ല. അപ്പൊ അങ്ങനെ സിദ്ധമാവുന്ന മന്ത്രങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് ചെയ്യാം. പിന്നെ കുടുംബദേവതയെ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. കുടുംബദേവത ഉണ്ടെങ്കിൽ അതിന്റെ മന്ത്രം കൂടെ അതിന് ദീക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മന്ത്രം കൂടെ നമുക്ക് ചെയ്യാം. വഴി അറിയാം സാറേ? അതെ, തീർച്ചയായിട്ടും. താങ്ക് യു സാർ. പറയൂ. ഞാൻ പുഷ്പനാഥൻ, വയനാട്ടിൽ നിന്നാണ്. ശരി സാർ, നമ്മൾ ഈ കുടുംബദേവത എന്ന് പറഞ്ഞു, ഈ കുടുംബദേവതയെ പറ്റി നമുക്ക് അറിയില്ലെങ്കിൽ, അതായത് നമ്മുടെ കുടുംബദേവതയെ പറ്റി നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ നശിച്ചു പോയൊരു ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുടുംബദേവതയെ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ ജാതകത്തിൽ പറ്റും. ജാതകവും പ്രശ്നവും കൂടെ സമന്വയിച്ച് നോക്കുമ്പോൾ കുടുംബദേവത ഇന്ന ദേവത ആയിരുന്നു എന്നൊക്കെ പറയാൻ പറ്റും. അപ്പം അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ആ ദേവതയെ ഉപാസിക്കുന്നതാണ് നല്ലത്. അറിയില്ലെങ്കിൽ അതിന്റെ പറഞ്ഞുതരാൻ പറ്റും. ശരി. ഇപ്പൊ അറിയില്ല, നമുക്ക് ഓൾറെഡി ഇപ്പൊ അറിയില്ല, അന്വേഷിച്ചപ്പോ നശിച്ചു പോയി എന്നാണ്. അതായത് നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ നായന്മാരാണ്. അപ്പം ഇതില് അച്ഛന്റെ വഴിയിലാണോ കുടുംബദേവത നമ്മൾ കണക്കാക്കുക, അത് അമ്മയുടെ വഴിയിലാണോ കുടുംബദേവത? ചില ആൾക്കാര് ഈ പാരമ്പര്യമായിട്ട് അച്ഛന്റെ തലമുറയെ പിന്തുടരുന്നുണ്ട്. പക്ഷെ ചിലവര് അമ്മയുടേതും പിന്തുടരുന്നുണ്ട്. അതോ നിങ്ങളുടെ ഓരോ ഒരു സ്ഥലത്തിന്റെ പാരമ്പര്യം അനുസരിച്ച് അല്ലെങ്കിൽ ഒരു വിശ്വാസ പ്രകാരം നമുക്ക് എടുക്കാം. പക്ഷെ നമുക്ക് വലത് കണ്ണാണോ ഇടത് കണ്ണാണോ നല്ലതെന്ന് ചോദിക്കും പോലെയാണ്. അപ്പൊ രണ്ടും നമുക്ക് ആവശ്യമുള്ളതാണ്. ശരി ശരി ശരി, മനസ്സിലായി. ഓക്കെ, താങ്ക് യു സാർ. നമസ്തേ. രാജേന്ദ്രൻ, കോഴിക്കോട് നിന്നാണ്. അപ്പൊ നമ്മളിപ്പം സാറ് പറഞ്ഞു മറ്റേ നമുക്കിപ്പം ജ്യോതിഷത്തിന്റെ ഒരു ബേസ് ഉള്ളവർക്കാണ് പെട്ടെന്ന് മനസ്സിലാകുന്നതാണ്. ഇപ്പൊ നമ്മൾ ജ്യോതിഷം പഠിച്ചിട്ടില്ല. മറ്റുള്ളവരും പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അതിനുള്ള ബേസ് ഉണ്ടാക്കി തരും. ഓക്കെ, മനസ്സിലാവും. പിന്നെ നമ്മളിപ്പോ ഉപാസന വേറെ ഉപാസനകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഉപാസനകൾ ഇതിന്റെ കൂടെ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോ വർഷങ്ങൾ
പാൽപ്പായസം കഴിച്ചിട്ട് കുറച്ച് അടയൂടെ കഴിക്കാമോ എന്ന് ചോദിക്കും പോലെയാണ്. അല്ല അതല്ല, അത് നിർത്തേണ്ടി വരില്ലല്ലോ. അതിപ്പോ ഇല്ല, നമ്മളിപ്പോ ഒരിക്കലും ഇല്ല. വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ഉപാസനകളുണ്ട്. അത് ചെയ്തിട്ട് ഇത് ചെയ്താൽ മതി. ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. അപ്പൊ ഈ മൂർത്തിനെ കൂടി ഉൾപ്പെടുത്താൽ മതി പുതിയ. അതെ, അതെ. ഓക്കെ 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 ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ. സാറേ നമസ്തേ, കുഞ്ഞുമോൻ കോട്ടയത്ത് നിന്നാണ്. പറയൂ. ഈ കുലദേവതയും പരദേവതയും ഒന്ന് തന്നെയാണോ? നമുക്കത് അറിയില്ല. കുലദേവതയായിട്ട് നമ്മള് കുടുംബപരമായിട്ട് നമ്മളെ പൂർവികര് വെച്ച് ആചരിച്ചിരിക്കുന്ന ദേവതകളും, പിന്നെ ഈ ഇടയ്ക്ക് ചില നമ്മളെ അച്ഛൻ അപ്പൂപ്പന്മാരൊക്കെ വെച്ചിട്ട് ഇടയിൽ ചിലവർ ആരെങ്കിലും ഒക്കെ വേറെ ദേവതകളെയൊക്കെ നമ്മൾ ഈ കുടുംബത്തിൽ കൂടെ കൊണ്ടുവന്ന് അവർ ആചരിക്കാറുണ്ട്. അപ്പൊ അതിനെയും പിന്നെ ഈ പറഞ്ഞ പരദേവതയും കുലദേവതയായിട്ട് നമുക്ക് ലാസ്റ്റ് പിന്നെ കൺഫ്യൂഷൻ വരും. അപ്പൊ രണ്ടായാലും അറിയാവുന്നത് ഉപാസിക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാറേ, എൻ്റെ പേര് സൈലൻ. പറയൂ. കിഴക്കേപ്പുറമാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നത്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതും വെച്ച് തന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉപാസന മൂർത്തി ആരാണെന്നുള്ളത്, ഏതാണെന്നുള്ളത്. കാരണം നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അവരുടെ ജാതകം പരിശോധിച്ചിട്ട് അവർ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഉപാസിച്ചാൽ സിദ്ധിയാവുന്ന ദേവതകളുണ്ട്. അതിന്റെ മന്ത്രം ഉൾപ്പെടെ പറഞ്ഞോളൂ. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. അപ്പൊ അത് ഇനി വരും ക്ലാസ്സിലാണോ അതേ നമുക്ക്? അല്ല, നമുക്ക് ഒരു ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട് സാറേ. ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. അതിലാണ് മന്ത്രദീക്ഷയൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അവർ നേരത്തെ അവരെ ജാതകമൊക്കെ പരിശോധിച്ചിട്ട് ഇന്ന ദേവതയാണെന്ന് നമ്മൾ പറയും. അതിന്റെ മന്ത്രമായിരിക്കും തരുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. ഓഫ്ലൈൻ ക്ലാസ് തിരുവനന്തപുരത്ത് വെച്ചാണ് നടത്തുന്നത്. നമ്മുടെ ഓഫീസിൽ വെച്ചിട്ടാണ് ഓഫ്ലൈൻ ക്ലാസ് നടത്തുന്നത്. പിന്നെ അത് എൻ്റെ ഈ കോഴ്സിന്റെ അവസാനമായിരിക്കും. പിന്നെ അന്നേരം നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യാനും നിങ്ങൾ എല്ലാവരും ഒരു കെട്ട് വെറ്റില കൊണ്ടുവരണം. അവിടെ വെച്ചിട്ട് നിങ്ങളുടെ രാശി കണ്ടുപിടിക്കുകയും ഫലങ്ങൾ പറയുകയൊക്കെ അന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമുക്കൊരു എക്സാം ഉണ്ടാവും. എക്സാം എഴുതുന്നവർക്കെല്ലാം നമ്മൾ സ്ഥാപനം നൽകുന്ന സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് തരും. ഇത് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടോ ചോദിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ ചോദിച്ചാൽ മതി. എന്തെങ്കിലും സംശയമായിട്ട് മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അത് ക്ലിയർ ചെയ്ത് തരാം. പിന്നെ ഇന്നിപ്പോ സമയമൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് ഇന്ന് മറ്റു സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ക്ലാസ് ഒന്ന് നിർത്താം. അടുത്ത ക്ലാസിന്റെ ഡേറ്റും മറ്റു വിവരങ്ങളും എല്ലാം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അപ്പൊ അത് പിന്നെ അടുത്ത ക്ലാസ് എന്നാണ്. അതുപോലെ തന്നെ ഈ ക്ലാസിന്റെ വീഡിയോയും ഗ്രൂപ്പിലിടും. സാറേ നമസ്തേ, ഒരു കാര്യം പറയാം. എനിക്ക് ആ സിലബസ് ഒന്ന് ഗ്രൂപ്പിൽ ഇട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു സാറേ, നമുക്കൊന്ന് മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. സാറേ ഒറ്റ സംശയം ഓടിയോ, നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് ഉണ്ടാവുമോ ഗ്രൂപ്പിലുണ്ടോ? അത് പിന്നെ നമ്മളൊരു മൊബൈൽ ആപ്പ് വഴിയാണ് നമ്മൾ ഈ ക്ലാസ് നടത്തുന്നത്. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് ആദ്യത്തെ 2 ക്ലാസ്സുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം മൊബൈൽ ആപ്പ് വഴിയായിരിക്കും. ഈ മൊബൈൽ ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വീഡിയോകൾ, നോട്ട്സ് എല്ലാം മൊബൈൽ ആപ്പിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ക്ലാസ്സുകൾ എടുത്ത് നോക്കാം. പിന്നെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. കാലാവസ്ഥയൊക്കെ നമുക്കറിയാമല്ലോ, എല്ലാവർക്കും കറണ്ട് ഇല്ലാതെ വരിക, ഏതെങ്കിലും രീതിയിൽ നെറ്റ്വർക്ക് പ്രോബ്ലം വരിക, എന്തെങ്കിലും സിസ്റ്റം പ്രോബ്ലം വരിക, ഇങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് വീഡിയോ ലഭിക്കാതിരിക്കത്തുള്ളൂ. ഇല്ലാതെ കഴിവതും എല്ലാ വീഡിയോ തരാൻ ശ്രമിക്കും. സാർ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ? നമസ്തേ, നമ്മുടെ ഈ ടാരോ റീഡിങ്ങുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ സാറേ? ടാരോ റീഡിങ്ങും താമ്പൂല പ്രശ്നമായിട്ട്? ടാരോ റീഡിങ്ങുമായിട്ടൊന്നും ബന്ധമില്ല. ടാരോ റീഡിങ്ങിന്റെ വേറെ കോഴ്സ് ഇവിടെ നമ്മൾ നടത്തുന്നുണ്ട്. ഹലോ, നമസ്കാരം സാർ. എന്റെ പേര് വിജേഷ് എന്നാണ്. ഇതിന്റെ ഫീസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് അടയ്ക്കുന്നത്? ഫീസ് അടയ്ക്കുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ അതിനൊരു ഗൂഗിൾ പേ നമ്പർ ഉണ്ട്. ആ ഗൂഗിൾ പേ നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് തരും. ആ സമയത്ത് നിങ്ങൾ പേയ്മെന്റ് ഗൂഗിൾ പേ ചെയ്തിട്ട്
അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏതെങ്കിലും ഒരു നമ്പർ തന്നിരിക്കും, ആ നമ്പറിലോട്ട് നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്യുക. ശരി ശരി ശരി. ഓക്കെ, നമുക്ക് മറ്റ് സംശയങ്ങൾ നമുക്ക് നിർത്താമെന്നാ. ആയിക്കോട്ടെ സാറേ, നമസ്തേ. എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം കേട്ടോ, സംശയം ഉണ്ടോ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. സാറേ ഒരു സംശയം ചോദിച്ചോ. നമസ്കാരം. താമ്പൂല പ്രശ്നത്തിന്റെ ഭാഗമാണോ? കേട്ടില്ല. ഈ താമ്പൂല പ്രശ്നം എന്നൊക്കെ പറഞ്ഞപ്പോ ഇതിന്റെ ഭാഗമായിട്ട് വരുമോ? താമ്പൂല പ്രശ്നമാണ് സാറേ നമ്മൾ പഠിക്കുന്നത്. വെറ്റില ജ്യോതിഷം എന്ന് പറയുന്നത് താമ്പൂല പ്രശ്നമാണ്. ശരി ശരി. ഹലോ ഹലോ സാർ, ഈ ഞാൻ ചെന്നൈയിൽ നിന്ന് വിളിക്കുകയാണേ. അതെ, ഈ ഓഫ്ലൈൻ പഠിക്കുന്ന മാതിരി ഓൺലൈനിൽ പഠിച്ചാൽ ശരിയാവോ സാറേ? തീർച്ചയായിട്ടും പഠിക്കും. നമുക്കിപ്പോ ഒരു ബാച്ച് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ബാച്ചിൽ ഏകദേശം 10-45 പേരുണ്ടായിരുന്നു. ചെന്നൈയിൽ നിന്ന് മുംബൈയിൽ നിന്ന് വരെ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ കഷ്ടപ്പെട്ടാണെങ്കിലും ഓഫ്ലൈൻ ക്ലാസ്സിൽ പങ്കെടുത്തു. ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ആണ്, അല്ല റെക്കോർഡ് ചെയ്ത വീഡിയോ ഒന്നും അല്ല തരുന്നത്. ലൈവായിട്ട് നിങ്ങൾക്ക് ഏത് കാര്യവും നിങ്ങൾക്ക് സാറിനോട് നിങ്ങളുടെ ഗുരുനാഥനോട് ചോദിക്കാം, എന്ത് സംശയം വേണം ചെയ്യാം. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളുടെ സംശയങ്ങൾ അല്ലാതെയും ചോദിക്കാം, നേരിട്ട് ചോദിക്കാം. അപ്പൊ നേരിട്ട് മുഖാമുഖം ഇരുന്ന് പഠിക്കുന്നതിന് തുല്യമാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ. കാര്യം ഇപ്പൊ ടെക്നോളജി മാറിയല്ലോ, പഴയ ടെക്നോളജി അല്ലല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് എല്ലാവർക്കും വന്നത് കൊണ്ട് നമുക്കൊക്കെ പഠിക്കാൻ പറ്റുന്നതാണ്. ഇത് ദൈവിക കാര്യങ്ങളായതുകൊണ്ട് ചോദിച്ചതാണേ. ഇല്ല, നമ്മള് ഇത് തന്നെ ഇവിടെ ബേസിക് ജ്യോതിഷം പഠിച്ച് ഇപ്പം ദേവപ്രസനം ചെയ്യുന്ന ആൾക്കാർ വരെയുണ്ട്. അത് ഒരു വ്യക്തിയുടെ ഒരു കഴിവാണ്. എങ്ങനെ ഈ പഠിക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ അത് പഠിച്ചെടുക്കുക എന്നുള്ളത് ആ വ്യക്തിയുടെ ഒരു കഴിവാണ്. അവിടെയാണ് വ്യക്തിയുടെ രീതികളാണ് ഇതിനകത്ത് വരുന്നത്. അവൻ നന്നായി പഠിച്ചെടുത്താൽ, അല്ലെങ്കിൽ വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും ഇതൊക്കെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ അവൻ ആ ജീവിതത്തിൽ ഗുണമുണ്ടാവും. വളരെ സന്തോഷം സാർ. നമ്മളിപ്പം ഞങ്ങള് സ്ഥാപനമായാലും ഗുരുനാഥനായാലും നമ്മളൊരു വഴികാട്ടി മാത്രമാണ്. നിങ്ങൾക്ക് ഒരു വഴി ഞങ്ങൾ കാണിച്ചു തരും, നിങ്ങളെ സഞ്ചരിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. വളരെ സന്തോഷം സാർ, വളരെ സന്തോഷം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് നിർത്താം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങള് ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സാർ. ഓക്കെ, നമസ്കാരം സാർ.